അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ അവരെ വെറും ചോറും വെള്ളവും കൊണ്ട് വളർത്തേണ്ട വെറും ഭൗതിക ശരീരങ്ങളല്ല, മറിച്ച് നല്ല സ്വഭാവവും അച്ചടക്കവും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് വളർത്തേണ്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെയൊക്കെ മക്കൾ ഇപ്പോ അവരുടെ സ്കൂളുകളൊക്കെ പൂട്ടി ഒരു അവധിക്കാലത്താണുള്ളത്. ഈ അവധിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മനുഷ്യരാക്കി മാറ്റാൻ, അവരെ ചെത്തി മിനുക്കിയെടുക്കാൻ നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണ്. ഈ അവസരത്തെ, ഈ സമയത്തെ അവരെ എങ്ങനെ നന്നായി വളർത്താം എന്നതിനെ കുറിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ അവധിക്കാലത്ത് നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത്. അവധിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് വെറും വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അതോടൊപ്പം അവരുടെ വ്യക്തിത്വ വികസനത്തിന് കൂടി ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ അവധിക്കാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, പണ്ടത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ പഠനഭാരം കൂടിയ ഒരു കാലങ്ങളാണ് ഈ കാലം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സ്കൂൾ അടച്ച് 8-10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇനി അടുത്ത വർഷത്തിലേക്കുള്ള ക്ലാസുകൾ പല ഓൺലൈൻ സംവിധാനങ്ങളിലും ആരംഭിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റെസ്റ്റുമില്ലാതെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് അല്പം റിലാക്സ് ആകേണ്ടുന്ന സമയമാണ് യഥാർത്ഥത്തിൽ ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കൊല്ലത്തെ കഷ്ടപ്പാടിന് ശേഷം അവർക്കൊന്ന് മനസ്സ് തുറന്ന് വിശ്രമിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയമാണിത് എന്ന കാര്യം രക്ഷിതാക്കൾ മറന്നു പോകാൻ പാടില്ല. അതേസമയം ഈ ഒഴിവ് കാലത്ത് നമ്മുടെ മക്കൾ വെറുതെ സമയം പാഴാക്കി കളയാനും തെറ്റായ വഴികളിലേക്ക് പോകാനും ഈ സമയം കാരണമാകാനും പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കൂളുകളൊക്കെ അടച്ച ഈ ഒരു സമയം നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെയുണ്ട്. അവരെ അടുത്തറിയാനും അവരെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി വളർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട്, നമുക്കറിയാം, നമ്മൾ പൊതുവെ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത്. ഇന്നത്തെ മക്കൾ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, പരീക്ഷയുടെ തലേ ദിവസം പോലും പുസ്തകം തുറന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു ശീലമൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിൽ കാണലും കേൾക്കലുമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലും ഇപ്പോ അങ്ങനെയാണ്. യൂട്യൂബിൽ ക്ലാസ്സുകൾ വരും, അതിലൂടെ കേൾക്കുക എന്നതിനപ്പുറം സ്കൂളിലുള്ള പുസ്തകങ്ങൾ പോലും വായിക്കുക എന്ന തലത്തിൽ നിന്നൊക്കെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ പഠനങ്ങൾ പറയുന്നൊരു വർത്തമാനം, ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ കുട്ടികളുടെ ബുദ്ധി മരവിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്ക് കുറെ ഉണർവ് സംഭവിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നത്. അഥവാ ഞാൻ പറയുന്നത്, വായനാശീലവും വായനാശേഷിയും ഒക്കെ
കുറഞ്ഞു വരുന്ന ഒരു തലമുറയാണിത്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് പരീക്ഷയിൽ മാർക്കൊക്കെ നല്ല ഉണ്ടാകും, എഴുതാനും അവർക്ക് കിട്ടും. പക്ഷെ ക്ലാസ്സിനകത്ത് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് കുട്ടികളോടൊന്ന് വായിക്കാൻ പറഞ്ഞാൽ പലപ്പോഴും വായിക്കാൻ പല കുട്ടികൾക്കും കഴിയാറില്ല, മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് പോലും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ വായനാശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. വായന കുറയുന്നതോടെ അത്തരം ആളുകളുടെ ചിന്താശേഷിയിലും കുറവ് സംഭവിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വെക്കേഷൻ സമയത്ത് രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കളെ സ്ക്രീനിന് മുമ്പിൽ തളച്ചിടാതെ, ടി വി ഉൾപ്പെടെ മൊബൈൽ ഉൾപ്പെടെ സ്ക്രീനിന് മുമ്പിൽ തളച്ചിടാതെ അവരുടെ കയ്യിൽ നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഗുണപാഠമുള്ള ചെറിയ ചെറിയ കഥകൾ മുതൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വാങ്ങാനൊക്കെ നമുക്ക് ലഭിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ തിരിച്ചുവിടുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഇന്ന് കുട്ടികൾ വല്ലതും വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ വായിക്കുന്നത് എന്താണെന്നറിയോ? അത് മൊബൈലിൽ വരുന്ന മെസ്സേജുകൾ മാത്രമാണ്. അപ്പൊ ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളുടെ കയ്യിൽ നന്ന ചുരുങ്ങിയത് പ്രവാചകന്മാരെ കുറിച്ചെങ്കിലും അവരുടെ ചരിത്രങ്ങളെങ്കിലും അത് കഥാരൂപത്തിലൊക്കെ വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വാങ്ങി സംഘടിപ്പിച്ച് നമ്മുടെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. മഹാനായ ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളൊക്കെ കളിക്കാൻ പോകുമ്പോ, ഇത് കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റു കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി പോകുമ്പോ ഈ ഇബ്നുൽ ജൗസി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം പുസ്തകവുമായിട്ട് പള്ളിയിൽ പോയിരിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വർത്തമാനമുണ്ട്, എനിക്ക് കളിക്കാനല്ല പുസ്തകങ്ങളിലൂടെ അറിവ് നേടാനാണ് ഇഷ്ടമെന്നാണ്. അന്ന് ചെറുപ്പകാലത്ത് അദ്ദേഹം ആ വായനയോട് പഠനത്തോട് കാണിച്ച താല്പര്യമാണ് പിന്നീട് അദ്ദേഹത്തെ ലോകമെന്നറിയുന്ന വലിയ പണ്ഡിതനാക്കി മാറ്റിയത് എന്നാണ്. മുതിർന്നവർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഇത്രയും അറിവുള്ളവരായത് പള്ളി ദർസുകളിലും വായനാശാലകൾ, ലൈബ്രറികളൊക്കെ ഉപയോഗപ്പെടുത്തി ധാരാളം പുസ്തകങ്ങൾ വായിച്ചു എന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവുള്ള മക്കളാണ് നാളെയുടെ സമ്പത്ത്. അറിവില്ലാത്തവർ എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകും. അപ്പൊ അറിവുണ്ടാകുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ട്. അപ്പൊ ഒന്നാമതായി എനിക്ക് എന്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഈ അവധിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവർ വായന തുടങ്ങണം, വായനാശീലം ഉണ്ടാകണം. അതിന് പറ്റുന്ന വിധത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ ക്രിയാത്മകമായി കൊണ്ട് തന്നെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്ക് കഴിയണമെന്നാണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമതായി, ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ വീട്ടിലുണ്ടാകുമ്പോൾ പലപ്പോഴും മക്കളെ നമുക്ക് കിട്ടാറില്ല. കാരണം അവർ രാവിലെ തന്നെ മദ്രസയ്ക്ക് പോകുന്നു, ട്യൂഷന് പോകുന്നു, സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം വീണ്ടും ട്യൂഷനും മദ്രസയും, ഇങ്ങനെ വല്ലാത്ത ഒരു ടൈറ്റ് പിടിച്ച ജീവിതമാണ് മക്കൾക്ക്. നമുക്കും അങ്ങനെ തന്നെയാ പലപ്പോഴും. അതുകൊണ്ട് തന്നെ പലപ്പോഴും രക്ഷിതാക്കൾക്ക് മക്കളോടൊപ്പം വീട്ടിൽ ചെലവഴിക്കാൻ സമയം കിട്ടാറില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ കിട്ടുന്ന ഈ ഒരു അവധിക്കാലത്ത് മക്കളെ ദീൻ പഠിപ്പിക്കാൻ, അവർ മദ്രസകളിൽ നിന്നും മറ്റുമൊക്കെ പഠിച്ച ഇബാദത്തുകൾ ഉണ്ടല്ലോ, ഒരുപാട് ആരാധനകൾ, ആ ആരാധനകളുടെയൊക്കെ പ്രാക്ടിക്കൽ രൂപങ്ങൾ, അതങ്ങനെ പ്രാവർത്തികമായി തെറ്റുകൂടാതെ ചെയ്യാം, ഇതൊക്കെ മക്കളെ ശീലിപ്പിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ ഈ അവധിക്കാലത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞാൻ രണ്ടാമതായി സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മദ്രസയിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മക്കൾ പഠിക്കുന്നുണ്ടാകും. നമസ്കാരവുമായി ബന്ധപ്പെട്ടും അദബുകളുമായി ബന്ധപ്പെട്ട് മര്യാദകളുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാവർത്തികമാക്കി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഈ അവധിക്കാലത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
കുട്ടികൾ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണ മര്യാദകൾ എന്തൊക്കെയാണ് ഭക്ഷണ മര്യാദകളെന്ന് ആ സമയത്ത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ബിസ്മി ചൊല്ലണം, വലത്തേത് കൊണ്ട് കഴിക്കണം, തുടങ്ങണം, ഇങ്ങനെ ഉണ്ടല്ലോ. ഈ രീതിയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാക്ടിക്കലായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമതായിട്ട് സൂചിപ്പിക്കുന്നത് മക്കളുടെ ദീനീയപരമായ സ്വഭാവപരമായ അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിലൂടെ നടപ്പിൽ വരുത്താനും ശീലിപ്പിക്കാനും ഈ അവധിക്കാലം രക്ഷിതാക്കൾ ബോധപൂർവം തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയുന്നത്, ഇതിനൊന്നും സമയമില്ല, നേരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്കും കുട്ടികളെ വഴിക്കും നമ്മൾ വിട്ടാൽ നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, നാളെ മറ്റന്നാൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ തന്നെ ആ മക്കൾ നമുക്ക് ശല്യമായിട്ട് മാറുമെന്ന് മാത്രമല്ല, നാളെ പരലോക ജീവിതത്തിലും നമ്മുടെ മുമ്പിൽ വിലങ്ങുതടിയായിട്ട് അവർ വരും. എങ്ങനെയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല, നമ്മളങ്ങനെ ഒരേ ഓട്ടപ്പാച്ചിലാണ്. ഇതാണ് നമ്മുടെ നിലപാടെങ്കിൽ ദുനിയാവിൽ മാത്രമല്ല നാളെ പരലോകത്തും അത്തരം മക്കൾ നമുക്ക് മുമ്പിൽ വിലങ്ങുതടിയായി തടസ്സമായി വരും എന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ചില വർത്തമാനങ്ങൾ പല സ്ഥലത്തും പങ്കുവെക്കുന്നുണ്ട്. റബ്ബന ആതിഹിം ളിഅഫൈൻ മിനൽ അദാബ് വഅൽഅൻഹും ലഅനൻ കബീറ. ഞങ്ങളെ രക്ഷിതാവേ, പടച്ച റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കളാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. ഞങ്ങൾ തോന്നിയതുപോലെ നടക്കുമ്പോ അല്ലെങ്കിൽ നന്മകൾ ചെയ്യാതെ ജീവിക്കുമ്പോ ഞങ്ങളെ ഒന്ന് ചൂണ്ടാൻ, ഞങ്ങളെ ഒന്ന് തിരുത്തിത്തരാൻ, ഞങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ ഞങ്ങളെ മാതാപിതാക്കൾ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വഴികേടിലായി പോകാൻ ഒന്നാമത്തെ കാരണക്കാരായ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന, അവർക്ക് നീ ഏറ്റവും വലിയ ശാപം കൊടുക്കണേ എന്നൊക്കെ മക്കൾ പറയുന്നൊരു രംഗം നാളെ മനുഷ്യരാലോകത്ത് വരാനുണ്ടെന്ന കാര്യം എന്റെ മുമ്പിലിരിക്കുന്ന ഞാൻ അടക്കമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് അത് പൊതുവായി പറഞ്ഞ വർത്തമാനമാണ്, അതിൽ മക്കളും അതിൽ പെടുമെന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. എന്താ പറഞ്ഞത്? നാളെ മനുഷ്യരാലോകത്തെത്തി നമ്മളെ വഴികേടിലാക്കിയ ആളുകളെ കുറിച്ച് കൊണ്ട് പറയുന്ന വർത്തമാനമാണ്. എന്താ? ഞങ്ങൾ തിന്മകൾ ചെയ്യുമ്പോ ഒന്ന് ഉപദേശിക്കാനോ പറയാനോ തിരുത്താനോ തയ്യാറാവാതിരുന്ന, ഏതൊക്കെയോ അർത്ഥത്തിൽ മൗനം പാലിച്ചുകൊണ്ട് തിന്മകൾക്ക് മൗനാനുവാദം നൽകിയ ഞങ്ങളുടെ നേതാക്കന്മാരും മാതാപിതാക്കളും ഒക്കെ എവിടെ? അവർ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുകയാണോ? ഞങ്ങൾ അവരെ ഞങ്ങളുടെ കാലിനടിയിലിട്ടിട്ട് നരകത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തട്ടെ എന്ന് മക്കൾ ഉൾപ്പെടെ പറയുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കളെ നമ്മൾ ദീൻ പഠിപ്പിക്കാതെയും നന്മ പറഞ്ഞു കൊടുക്കാതെയും വളർത്തിയാൽ നാളെ മനുഷ്യരാലോകത്തും അവർ നമുക്കെതിരെ വിരൽ ചൂണ്ടും. നമ്മൾ മനസ്സിലാക്കണം. ഞാനതാ വിശദീകരിച്ചത്. നരകത്തിന്റെ ആഴങ്ങളിൽ വെച്ച് അവർ പടച്ചറബിനോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണത്. എന്ത്? പടച്ചവനെ, എന്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ദുനിയാവ് മാത്രമാണ് പഠിപ്പിച്ചു തന്നത്. എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ കച്ചവടം ചെയ്യാം, എങ്ങനെ ദുനിയാവിന് വിജയിക്കാം എന്നൊക്കെ എന്റെ ഉമ്മയുപ്പയെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കോഴ്സുകളിൽ എന്നെ ചേർത്തി വിട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയവും പണവും എന്റെ മാതാപിതാക്കൾ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്വഭാവ മഹിമകൾ പഠിപ്പിച്ചു തന്നിട്ടില്ല, ഈ പരലോകത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് പടച്ച റബ്ബേ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണം. ഇരട്ടി ശിക്ഷ കൊടുത്താൽ മാത്രം പോരാ, അവരെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണം. എന്തിന്? എന്റെ കാലിനടിയിലിട്ടിട്ട് നരകത്തിന്റെ അടിയിലേക്ക് ഞാൻ അവരെ ചവിട്ടിത്താഴ്ത്തട്ടെ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? നമ്മുടെ മക്കളാണ്. ആ ഗതികേട് വരാതിരിക്കണമെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഇത്തരം അവധി സമയങ്ങളെ നമ്മുടെ മക്കളുടെ സ്വഭാവം, അവരുടെ ദീന്, അവരുടെ സംസ്കാരം, ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കളെ പടച്ചറബിലേക്ക് അടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. മക്കൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാകണം. നമ്മളെ നരകത്തിലേക്കുള്ള
നമ്മുടെ നരകത്തിലേക്കുള്ള നിമിത്തമായിട്ട് നമ്മുടെ മക്കൾ മാറാൻ പാടില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നോടുകൂടി ഞാൻ ചോദിക്കട്ടെ, സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം മക്കളുടെയും ഒക്കെ പരലോക ജീവിതം ഭദ്രമാണ്, ഒരു സേഫാണ് എന്ന് ഉറപ്പിക്കാതെ എങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എന്താ നമ്മുടെയൊക്കെ ലക്ഷ്യം? ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു താക്കീതുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ സ്വന്തം മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ കേട്ടോ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന ഖുർആനിന്റെ ഒരു ആഹ്വാനമുണ്ടല്ലോ. ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ഭാര്യ, ഇവരൊക്കെയും നാളെ വരാനിരിക്കുന്ന പരലോക ജീവിതത്തിന്റെ കാര്യത്തിൽ സുരക്ഷിതരാണ്, അവർ സേഫാണ്. ആ അർത്ഥത്തിൽ ഞാൻ അവരെ മാറ്റിയെടുത്തിട്ടുണ്ട്, കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ പറയാൻ കഴിയുമോ? പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഓട്ടമൊക്കെയും ഒരു സമയം അവസാനിക്കുമെന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഇല്ലാതായി കൊണ്ടിരിക്കുന്നതാണോ? ആ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കണം. നോക്കൂ പ്രിയമുള്ളവരെ, എന്തെല്ലാം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എത്ര പണം മറ്റു പല പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന രക്ഷിതാക്കളെയും മക്കളെ സംഗീതം പഠിപ്പിക്കുന്നവരുണ്ട്, കരാട്ട പഠിപ്പിക്കുന്നവരുണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ട്യൂഷന് വിടുന്ന ആളുകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് സമയമുണ്ട്, ഇതിനെല്ലാം നമുക്ക് ഇഷ്ടം പോലെ പണവും സംവിധാനങ്ങളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അതേ ശ്രദ്ധയും സമയവും താല്പര്യവും നമ്മുടെ മക്കളുടെ ദീൻ ഭദ്രമാക്കാനും കൊടുക്കാനും നമ്മൾ ഉപയോഗപ്പെടുത്തണം, കൊടുക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മുടെ അരികത്ത് വന്നിരുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരാൻ, തെറ്റുകൂടാതെ ആ യാസീനം ഓതിക്കേൽപ്പിച്ചു തരാൻ അറിയുന്ന മക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ? ഉണ്ടാകണം പ്രിയമുള്ളവരെ, ഉണ്ടാകണം. മരിക്കാൻ നേരത്ത് അടുത്ത് വന്നിരുന്നിട്ട് ആ സൂറത്ത് യാസീനം ഓതിത്തരാൻ പറ്റുന്ന, ഷഹാദത്ത് കലിമയൊന്ന് തെറ്റാതെ പറഞ്ഞു തരാൻ കഴിയുന്ന, കൈപിടിച്ച് ചൊല്ലിപ്പിക്കാൻ കഴിയുന്ന മക്കളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അവസാന നിമിഷം നമ്മൾ കേൾക്കേണ്ടത് ഒരു അധ്യായമുണ്ട്, 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീൻ. അതുൾപ്പെടെയുള്ള അധ്യായങ്ങൾ, സൂറത്തുകൾ, പ്രാർത്ഥനകൾ തെറ്റുകൂടാതെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ വെക്കേഷൻ സമയം എന്ന് പറയുന്നത്. നമ്മുടെ മയ്യിത്ത് നമസ്കാരത്തിന് ഇമാം നിൽക്കേണ്ടവരാ നമ്മുടെ മക്കൾ. അതും പണം കൊടുത്തിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റാരെയൊക്കെയോ ഏൽപ്പിക്കുന്ന ഗതികളിലേക്കൊന്നും നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ ജീവിതം അങ്ങ് അവസാനിച്ചിട്ട് നമ്മുടെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ നമസ്കരിക്കാൻ കൊണ്ടുവരുമ്പോ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി കൈവൊക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇമാം നിൽക്കേണ്ടവരാ നമ്മുടെ മക്കൾ. എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുമോ? അങ്ങനെയൊക്കെ ഉള്ള ഒരു തലമുറയെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇതൊക്കെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാ. ഒരുപക്ഷെ പുതിയ തലമുറയെ കുറിച്ച് പറയുമ്പോ പലപ്പോഴും നമ്മൾ മരിച്ചാൽ നമ്മുടെ സെൽഫി എടുത്ത് ലോകത്തെ അറിയിക്കാൻ നമ്മളെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെയാണല്ലോ നമ്മൾ അഭിമാനം കൊള്ളാറുള്ളത്. എന്നാ രക്ഷിതാക്കൾ പറയുന്ന അറിയോ, അവനക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ, പക്ഷെ മൊബൈൽ എന്റെ കൈ കൊടുത്താണ്ടല്ലോ എല്ലാം അവനക്ക് അറിയാം. വലിയ അഭിമാനത്തോടെ നമ്മൾ പറയാറുള്ളത്. അത് വേണ്ടാന്നൊന്നല്ല, എല്ലാ ഇൽമും നല്ല ഇൽമും കുട്ടികൾ പഠിക്കണം. പക്ഷേ അതേ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയോ, എന്റെ മകൻക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ, 5 വയസ്സേ ആയിട്ടുള്ളൂ, വിശുദ്ധ ഖുർആനിലെ ഇന്ന സൂറത്തുകൾ അവൻ പഠിച്ചിട്ടുണ്ട്, മയ്യിത്ത് നമസ്കാരം കാണാതെ ചെല്ലാൻ അവൻ അറിയും. ഇങ്ങനെ നമുക്ക് തന്റെ ഇടത്തോടെയും അഭിമാനത്തോടെയും പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി മയ്യിത്ത് നമസ്കരിക്കാൻ അവർക്ക് കഴിയോ? അറിയുമോ എന്നല്ല ചോദ്യം, കഴിയുമോ എന്നാണ്. അങ്ങനെ കഴിയാൻ വിധത്തിലുള്ള തന്റെ ഇടവും ധൈര്യവും മനക്കരുത്തുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പടച്ചുറപ്പേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് ഈ മരിച്ചു കിടക്കുന്നത്, അല്ലാഹു എന്ന് പുറത്തു കൊടുക്കണേ എന്റെ വാപ്പാക്കെന്ന്, പുറത്തു കൊടുക്കണേ എന്റെ ഉമ്മാക്കെന്ന് മനസ്സ് തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന മക്കളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടോ? ഖബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ വഅൽഹിമുൽ ജവാബ്. പടച്ചുറപ്പേ, എന്റെ ഉമ്മയും ഉപ്പയൊക്കെ
ജീവിതത്തിൽ തന്നെ ഒരുപാട് പേടിയുള്ളവരായിരുന്നു. ഇപ്പോഴാ കബറിൽ വന്ന് കിടക്കാണ്. അവരുടെ പേടികൾ നീ മാറ്റിക്കൊടുക്കണേ, അവർക്ക് നീ നിർഭയത്വം കൊടുക്കണേ, ഉത്തരം തോന്നിപ്പിച്ചു കൊടുക്കണേ എന്നൊക്കെ ചങ്ക് പൊട്ടിക്കൊണ്ട് പറയാൻ പറ്റുന്ന മക്കളെ ഞാൻ നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ പിന്നെ എന്താണ് നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നാൽ എല്ലാമായി എന്നാണോ നമ്മളൊക്കെ ധരിക്കുന്നത്? അങ്ങനെയാണോ? പല രക്ഷിതാക്കളുടെയും ധാരണ അങ്ങനെയാണ്. മക്കൾ 10,000-ങ്ങളും ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയാൽ എന്തൊക്കെയോ നേടി എന്നതുപോലെയാണ്. പിന്നെ റെസ്റ്റ് എടുക്കാം. ആ റെസ്റ്റ് അല്ല കൂട്ടരെ നമുക്ക് വേണ്ടത്. ഖബറിൽ റെസ്റ്റ് കിട്ടണം, മഹ്ശറാലോകത്ത് റെസ്റ്റ് കിട്ടണം. അവിടെ നമുക്ക് റെസ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മുടെ മക്കളെ ആ അർത്ഥത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. അതിനൊക്കെ പറ്റുന്നൊരവസരമാണ് ഈ അവധിക്കാലം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മയ്യിത്ത് നമസ്കാരത്തിൽ ഉൾപ്പെടെ ചൊല്ലുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ടല്ലോ. പലതും സ്ഥിരം ഉപയോഗിക്കാത്ത ദിക്റുകളുണ്ട്. എന്നുവെച്ചാൽ മയ്യിത്ത് നമസ്കാരത്തിലുള്ളതൊക്കെ മയ്യിത്ത് നമസ്കരിക്കുമ്പോഴുള്ള ചെല്ലേണ്ടതുള്ളൂ. അത്തരത്തിലൊക്കെയുള്ള പല ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ മറന്നു പോവുക സ്വാഭാവികമാണ്. അതൊക്കെ നമ്മുടെ മക്കളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനുള്ള അവസരമായി ഇത്തരം സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം തന്നെ നമസ്കാര ശേഷമുള്ള ദിക്റുകള്, പ്രാർത്ഥനകള്, ഇതൊക്കെ അർത്ഥസഹിതം മക്കളെ പഠിപ്പിക്കണം ഇത്തരം സമയങ്ങളിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ പൊന്നോമന മക്കൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെ പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മക്കളെ പട്ടിണിക്കിടാത്തത് കൊണ്ട് മാത്രം ഒരു വാപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്തം തീരുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവർ പരലോകത്തിന്റെ വിഷയത്തിൽ ദാരിദ്ര്യം അനുഭവിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ചില ആളുകൾ ഖബറിൽ കിടക്കുമ്പോ അവർക്ക് ഇങ്ങനെ വല്ലാത്തൊരു ആശ്വാസം വരുന്നാണ്, അവർക്ക് ദറജകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമെന്നാണ്. ചില ആളുകൾക്ക് നീന്താൻ അറിയാത്തവൻ വെള്ളത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു വൈക്കോൽ തുരുമ്പെങ്കിലും കിട്ടിയാൽ, ഒരു ചെറിയ കയറ് കിട്ടിയാൽ, ഒരു പിടിവള്ളി കിട്ടിയാൽ അവന്റെ ആശ്വാസം എന്താണോ ഇതുപോലെയായിരിക്കും ചില ആളുകൾക്ക് ഖബറിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം. അപ്പൊ എപ്പോഴാ റസൂൽ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ദുനിയാവിൽ വെച്ചിട്ട് അവന്റെ മക്കൾ അവൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണെന്നാണ്. ദുനിയാവിൽ വെച്ചിട്ട് അവന്റെ മക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അത് ഖബറിൽ കിടക്കുന്നവന് വല്ലാത്ത ആശ്വാസമായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ള, രണ്ടാമതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് ദീന് കൊടുക്കാൻ, ആ ദീന് മനസ്സിലാക്കാൻ, പലതും ജീവിതത്തിലൂടെ ശീലിപ്പിച്ചെടുക്കാനൊക്കെ ഈ അവധിക്കാലം നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം മൂന്നാമതായി മറ്റൊരു കാര്യം, പല രക്ഷിതാക്കളും മക്കളെ കുറിച്ച് പറയുന്ന ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി എന്താണെന്നറിയോ? ഇത്ര പ്രായമായിട്ടും ഒരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാന്നാണ്. ഇപ്പോഴും അവൻക്ക് അല്ലെങ്കിൽ അവൾക്ക്, മക്കളെ കുറിച്ചാണ് പറയുന്നത്, ജീവിതത്തെ ഒരു ഗൗരവമായിട്ട് ഇപ്പോഴും കുട്ടികൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പല രക്ഷിതാക്കളും പരാതിയോ പരിഭവമൊക്കെ ആയിട്ട് പറയാറുണ്ട്. അത്തരം ഒരവസ്ഥ മക്കളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കണമെന്നാണ്. മക്കൾ ചെറുതാകുമ്പോ തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാ പറയുന്നത്. അതിനെന്ത് ചെയ്യണം? വീട്ടിലെ കാര്യങ്ങൾ അത് മക്കളുമായിട്ട് ഒപ്പമിരുന്ന് കൂടിയാലോചിക്കണം. അംറുഹും ശൂറാ ബൈനഹും എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അവർ കാര്യങ്ങൾ കൂടിയാലോചിക്കട്ടെ. ഇത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. നിങ്ങളെ വീട്ടിൽ വാപ്പ സ്വന്തം തീരുമാനമെടുക്കരുത്, ഉമ്മ സ്വന്തം തീരുമാനമെടുക്കരുത്. നിങ്ങൾ വീട്ടിൽ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് കുടുംബത്തെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് അവരെ കൂട്ടിയിരുന്നിട്ട് എങ്ങനെ അവരോടൊപ്പം കൂടിയാലോചിക്കണം. അങ്ങനെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ അവരെ തന്നെ ഏൽപ്പിക്കാം, മക്കളെ തന്നെ ഏൽപ്പിക്കാം ബോധപൂർവം. ഇങ്ങനെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു സമയത്തുമ്പോൾ നമ്മളിങ്ങനെ ഖേദിക്കേണ്ടി വരും. അപ്പൊ വീട്ടിൽ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ മക്കളെ കൂടി, മക്കളും ഇതിലൊരു അംഗമാണെന്ന ബോധം അവർക്ക് ഉണ്ടാകണം. അങ്ങനെ മക്കളെ കൂടി നമ്മൾ ചേർക്കുക. എത്ര ചെറിയ കുട്ടികളാവട്ടെ, അവർ ശീലിക്കട്ടെ അതൊക്കെ. അങ്ങനെ അവരോടുകൂടി കാര്യങ്ങൾ കൂടി ആലോചിക്കുക. അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പലതും അവരെ തന്നെ ഏൽപ്പിക്കുക. അല്ലെ, ഭക്ഷണം, വീട്ടിലെ ഭക്ഷണം എന്തായിരിക്കണം മക്കളോട് ആലോചിക്കാം. ഓരോ മക്കൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. വരവ് ചെലവ് കണക്കുകളൊക്കെ മക്കളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾ ശീലിച്ചു നോക്കൂ. അങ്ങനെ നമ്മുടെ മക്കൾ പലതും പഠിക്കട്ടെ. ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളും അവർ ശീലിക്കട്ടെ. പ്രിയമുള്ളവരെ, റൂമിനകത്ത് വാതിലടച്ച് ഫോൺ നോക്കുന്ന മക്കളല്ല,
ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഇരുന്ന് വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരണം. അതിന് ഈ ചെറുപ്പം മുതലേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത്തരം കാര്യങ്ങളൊക്കെ എത്ര സിമ്പിൾ ആണെങ്കിൽ പോലും അവരെ കൂടി ഒപ്പം ചേർക്കാനും ആലോചിക്കാനും അവരെ പരിഗണിക്കുന്നു എന്ന് തോന്നാനൊക്കെ അവർക്ക് കഴിയണം. ഞാൻ പറയുന്നത് അത്തരം അവസരങ്ങളിലൊക്കെ മക്കളാണല്ലോ, അവര് പറയുന്നത് പക്വതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ഞാനും ഈ വീട്ടിലെ ഒരു അംഗമാണ്, എനിക്കും എന്തൊക്കെയോ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട് എന്നൊരു ബോധം ചെറുപ്പത്തിലെ കുട്ടികൾ ഉണ്ടാകൂ എന്നാണ് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത്. വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അത് കുട്ടികളെ ഏൽപ്പിക്കുക. അത് വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തുമ്പോൾ അത് ചെയ്തോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള കുട്ടികളെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്തിനാ? ആ ഒരു വിശ്വാസം നമ്മൾ മക്കൾക്ക് നൽകുമ്പോൾ മക്കളും ഒരു ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറും. ഇതെന്റെ കൂടി പണിയാണ്. ഇനി ഉപ്പച്ചി ഒരു ദിവസം വീട്ടിലില്ലെങ്കിലും ഉമ്മ വീട്ടിലില്ലെങ്കിലും ഇതെന്റെ കൂടി ബാധ്യതയാണ് എന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദിത്വ ബോധം മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെങ്കിൽ അതിനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പല ഉദാഹരണങ്ങളും ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് റോമൻ സൈന്യത്തോട്, അറിയാലോ റോമൻ സൈന്യം, ആ റോമൻ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സൈന്യത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു, ഒരു വലിയ സൈന്യം. ആ സൈന്യത്തിന്റെ തലവനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതാരെന്നറിയോ? കമാൻഡറായിട്ട്, സൈന്യത്തിന്റെ നേതാവായിട്ട് വെറും 18 വയസ്സ് മാത്രം. ഇത്ര 18 വയസ്സെന്ന് പറഞ്ഞാൽ +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം അല്ലേ? ആ 18 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ് റോമ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്വത്തെ നേരിടാനുള്ള ഒരു സൈന്യത്തെ തയ്യാറാക്കിയപ്പോ അതിന്റെ ലീഡറായിട്ട് റസൂൽ ഏൽപ്പിച്ചത് എന്നാ. കണ്ടോ, നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയോ? അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലൊരു കാര്യം നടക്കുമ്പോ ശരി, രണ്ടാമത്തെ മകൻ ഇന്നത് ചെയ്യട്ടെ, മൂത്ത മകൻ അവൻക്ക് 18 വയസ്സുള്ളെങ്കിലും അവൻ ആ കാര്യം ഭംഗിയായി നോക്കട്ടെ. നമ്മളങ്ങനെ ഏൽപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഞാൻ അങ്ങനെ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ നമ്മളെന്താ ഡയലോഗ് പറയാ ഭാര്യനോട്, ഇത് മിണ്ടാതിരുന്ന അന്ന് അവനെ ഏൽപ്പിച്ചാൽ ശരിയാകൂല. അപ്പൊ നമ്മള് ചില രക്ഷിതാക്കളെ കാരണം എന്താ അറിയോ? ചിലതൊക്കെ നമ്മൾ തന്നെ ചെയ്താലേ വൃത്തിയാകുള്ളൂ എന്നാ. ആ ചിന്തയൊക്കെ മാറ്റണം സഹോദരന്മാരെ. അപ്പൊ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ ശീലിപ്പിക്കുമ്പോഴാണ് മക്കൾ ആ അർത്ഥത്തിൽ ചില ചിട്ടകളും ചില രീതികളും ശീലങ്ങളും ഒക്കെ ജീവിതത്തിൽ പാലിച്ച് നല്ല ഉത്തരവാദിത്വമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരുക. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് പറഞ്ഞത് മക്കളുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക. ഈ അവധിക്കാലത്ത് അവരെ ഒപ്പം കിട്ടുമ്പോൾ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അവരെ ഏൽപ്പിക്കുക, അത് അന്വേഷിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നാലാമതായിട്ട് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സ്വയം കാണാതെയും അറിയാതെയും പോകുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാൻ, സ്വന്തത്തെ കുറ്റപ്പെടുത്താൻ, സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും കുറ്റപ്പെടുത്താനൊക്കെ മക്കൾ ശ്രമിക്കുക. അങ്ങനെയല്ലോ, അപ്പുറത്ത് ഉഷാറാണ്, ഓന്റെ വാപ്പ ഉഷാറാണ്, ഓന്റെ അമ്മച്ചി ഉഷാറാണ്, ഇവിടെ മാത്രം ഇങ്ങനെയൊക്കെ കുട്ടികൾ പറയൂലേ. എന്തുകൊണ്ടറിയോ? സ്വന്തം തനിക്ക് അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതാകുമ്പോഴാണ്. ഇത്തരം ഒരു അവധിക്കാലത്ത് നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് കിട്ടുമ്പോ പലപ്പോഴും പടച്ച റബ്ബ് നമുക്ക് തന്ന, നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ നൽകിയ അനുഗ്രഹങ്ങളെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്നാണ്. അതിൽ വളരെ പ്രധാനമാണ് പലപ്പോഴും ആരോഗ്യപരമായ സാഹചര്യങ്ങളൊക്കെ. കുട്ടികളെ കൂട്ടിക്കൊണ്ട് ആശുപത്രികളില് അഗതി മന്ദിരങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, മാസത്തിൽ ഒരു തവണയെങ്കിലൊക്കെ കുട്ടികളെ കൂട്ടിയിട്ട് പോകാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോ പല അവസ്ഥകളും കാണുമ്പോ കുട്ടികൾക്ക് മനസ്സിലാകും നമ്മളൊക്കെ വലിയ സുഖത്തിലാണ്, നമ്മളൊക്കെ വലിയ ഐശ്വര്യത്തിലാണ് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടും. ചില രംഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ, ഉദാഹരണം ഞാൻ പറയുകയാണ്, ചില രക്ഷിതാക്കളോട് തൃശ്ശൂരൊക്കെ ഉണ്ട്, പിന്നെ ഒരു സ്ഥാപനമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ, അതുപോലെ പത്തിരിപ്പാലയിലുണ്ട്, പിന്നെ കാരുണ്യ അല്ലെ, കാരുണ്യ എന്ന് പറഞ്ഞിട്ട് അത്തരം പിന്നെ സംവിധാനങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഒന്ന് കൂടി പോകണം. അപ്പൊ അവിടുത്തെ ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ മക്കളൊക്കെ അറിയാണ്ട് നമ്മളൊരു സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളെ 10ാം ക്ലാസ് വരെ പോകുമ്പോഴൊക്കെ കുട്ടികളല്ലാത്ത ഇങ്ങനെ മുറുമുറുപ്പൊക്കെ കാട്ടി സെന്റ് ഓഫിനാണ് കൊണ്ടുപോയത്. കാരണം സാധാരണ അങ്ങനെ സെന്റ് ഓഫിലല്ലോ നടക്കാറുള്ളത് 10ാം ക്ലാസ്സിന്. അങ്ങനെ പോകുമ്പോഴൊക്കെ ഒരു മുറുമുറുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോയപ്പോ തിരിച്ചിങ്ങോട്ട് കുട്ടികളൊക്കെ കണ്ണുനീര് കൊണ്ടാ തിരിച്ചറിഞ്ഞത്. വല്ലാത്ത ചില അനുഭവങ്ങളാണ്. അപ്പൊ അത്തരം അവസ്ഥകൾ, സാഹചര്യങ്ങളൊക്കെ കുട്ടികളെ കാണിക്കാനും ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെയുള്ള അവസരങ്ങളാക്കി നമ്മൾ ഈ സമയങ്ങൾ മാറ്റണം. ജീവനില്ലാത്ത
ഉപകരണങ്ങളോടല്ല ബന്ധമുണ്ടാകേണ്ടത്, ജീവനുള്ള മനുഷ്യരോട് ബന്ധമുണ്ടാകട്ടെ. അതിന് കുട്ടികളെയും കൂട്ടിയിട്ട് അത്തരം അനാഥശാലകൾ, ആശുപത്രികൾ, അത്തരം മന്ദിരങ്ങൾ അതൊക്കെ ഒന്ന് സന്ദർശിക്കാനൊക്കെ അവസരങ്ങളായി ഇത്തരം അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, അഞ്ചാമതായി നമുക്കറിയാം, ഇന്ന് പുതിയ തലമുറയിൽ, പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. സഹിഷ്ണുത, മനക്കരുത്ത്, വിഷമങ്ങളെ നേരിടാനുള്ള കരുത്ത്, ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മാനസികമായ കരുത്തും സഹിഷ്ണുതയും ഒക്കെ നമ്മുടെ മക്കൾ നേടണം. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പിടിച്ചു നിൽക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം. പലപ്പോഴും പുതിയ തലമുറയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വയം ഒറ്റപ്പെടുന്നു എന്ന തോന്നലുണ്ടാകുമ്പോഴൊക്കെ ഒളിച്ചോടുന്ന, അല്ലെങ്കിൽ ഏതൊക്കെയോ തരത്തിൽ അക്രമവാസന പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും ഒരു തുണ്ട് കയറിനകത്ത് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് സമൂഹത്തിനകത്ത്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അവർക്കത് അത് നേരിട്ടിട്ടുള്ള ശീലമില്ല, കേട്ട് ശീലമില്ല കുട്ടികൾക്ക് എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമെന്നും അത്തരം വിഷമങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ അതിനെ ക്ഷമയോടെയും മനക്കരുത്തോടെയും നേരിടണമെന്നുമൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക്, പുതിയ കാലഘട്ടത്തിലെ മക്കൾക്ക് മനക്കരുത്തില്ലാതായി പോകുന്നത്? ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഇതിനിടയ്ക്കൊക്കെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ 1-2 സ്കൂളുകളിൽ ടീച്ചർ ചീത്ത പറഞ്ഞപ്പോഴേക്ക്, വീട്ടിൽ നിന്ന് അമ്മ ശകാരിച്ചപ്പോഴേക്ക് ഒരു തുണ്ട് കയറിൽ ജീവൻ അവസാനിപ്പിച്ച 2-3 അനുഭവങ്ങൾ നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികൾക്ക് മനക്കരുത്തുണ്ടാകുന്നില്ല, പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ് കുട്ടികൾക്കില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ വേദനകളോ പ്രയാസങ്ങളോ ഇനി രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മൾ തന്നെ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ മക്കളെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? ഇപ്പൊ സാധാരണ നമ്മളൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ? നമ്മളോ ഒരുപാട് അനുഭവിച്ചു, ചെറുപ്പത്തിൽ ഒരുപാട് തിന്നാനും കുടിക്കാനും പട്ടിണി കിടന്നിട്ടാ ജീവിച്ചത്, എന്റെ മക്കളൊന്നും ഞാൻ അറിയരുത്, എന്റെ മക്കളെങ്കിലും സമാധാനത്തോടെ സുഖമായിട്ട് ജീവിക്കട്ടെ. ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്ന വർത്തമാനം, ഡയലോഗൊക്കെ. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെയല്ല വേണ്ടെന്ന് പറഞ്ഞാൽ അവരെ പട്ടിണി കിടന്നല്ല പറഞ്ഞിട്ടോ, അതല്ല പറഞ്ഞത്. പിന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മക്കൾ അറിയണം. വാപ്പ എങ്ങനെയാണ് വീട്ടിലേക്ക് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് മക്കൾ അറിയണം. ചോദിക്കുമ്പോഴേക്ക് വാപ്പ സാധനം വാങ്ങിത്തരുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ വാപ്പ ഇതിന് സോഴ്സ് കണ്ടെത്തുന്നത്, അതെന്താ അതിന്റെ പ്രയാസം, ഇത് മക്കൾ അറിയണം. ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്തൊക്കെ വേദനകൾ എന്റെ വാപ്പയും ഈ സഹിക്കുന്നുണ്ട്, ഇതൊക്കെ മക്കൾ അറിയണം. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, എന്നോടുകൂടി നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ വീട്ടുകാരും മക്കളും ഒക്കെ ആയിട്ട് പങ്കുവെക്കാറുണ്ട്. എൻ്റെ വേദനകൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ എല്ലാം എൻ്റെ മക്കൾക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്നുണ്ട് എന്ന് നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും? ഇല്ലേ? പലപ്പോഴും നമ്മളത് അറിയിക്കാറില്ല, നമ്മൾ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഭാവിയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ പോലും താങ്ങാൻ കഴിയാത്തവരായിട്ട് മാറും. അതുകൊണ്ടാണ് പുതിയ തലമുറയിലെ മക്കൾ അങ്ങനെ ആകുന്നത്. ഒരു വഴക്ക് പറയുമ്പോഴേക്ക് അത് താങ്ങാൻ കഴിയാത്തവരായിട്ട് മക്കൾ മാറുന്നത്. അത് നേരിടാനുള്ള തൻ്റെടവും മനക്കരുത്തും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ, നമ്മുടെ മക്കൾ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വളരണം. അവർ നമ്മുടെ പ്രയാസങ്ങളും വേദനകളും പരാതികളും ഒക്കെ വളരെ ചെറുതാണ് എന്ന് ബോധ്യപ്പെടുകപ്പോഴാണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെ? ഒരു മഹാനായ കവിയുണ്ട്, പ്രശസ്തനായ ഒരു ഇംഗ്ലീഷ് കവി വില്യം കൂപ്പർ. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് അതികഠിനമായ വിഷാദ രോഗത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അങ്ങനെ 1773 അദ്ദേഹം ഒരു രാത്രി കടുത്ത മാനസികമായ വിഷമത്തിലാവുകയാണ്. ആ സമയം ഈ വില്യം കൂപ്പർ അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൂപ്പർ എന്ന് പറയുന്ന വ്യക്തി ലണ്ടനിലെ തേംസ് നദി, ആ നദിയിൽ പോയിട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനം. അങ്ങനെ ആ പുഴയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കുതിരവണ്ടി വിളിച്ചു എന്നാണ്. കുതിരവണ്ടിക്കാരോട് പറഞ്ഞു തന്നെ തേംസ് നദിക്കരിയിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തെത്തിക്കണം. എന്നാൽ അന്ന് ആ രാത്രിയിൽ വല്ലാത്ത മൂടൽമഞ്ഞായിരുന്നു, മഞ്ഞുകട്ടകൾ വീണ്ടുകൊണ്ടിരിക്കുകയാണ്.
വണ്ടിക്കാരൻ കുറെ നേരം വണ്ടി ഓടിച്ചെങ്കിലും മഞ്ഞ് കാരണം വഴിതെറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരേ സ്ഥലത്തു കൂടി തന്നെ പലതവണ വണ്ടി ഓടിച്ച് ചുറ്റിക്കറങ്ങി കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോ വഴി കണ്ടെത്താൻ കഴിയാതെ വണ്ടിക്കാരൻ എന്ത് ചെയ്തറിയോ, ഈ വില്യം കൂപ്പറെ ഒരു വീടിന് മുമ്പിൽ ഇറക്കി വിട്ടു നോക്കുമ്പോ തന്റെ വീട്ടിന് മുമ്പ് തന്നെ ആ ചുറ്റിക്കറങ്ങി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ യാത്രക്കിടയിൽ ഈ വില്യം കൂപ്പർ ഈ കുതിരവണ്ടിക്കാരനെ പരിചയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കഥകളൊക്കെ കേട്ട് മനസ്സിലാക്കുകയാണ്. നമുക്ക് വല്ലാത്ത ദാരിദ്ര്യാവസ്ഥയാണ്, പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് ആ കുതിരവണ്ടിക്കാരൻ മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ഒരു ടെൻഷൻ ഇല്ലാതെ, ഒരു നിരാശയില്ലാതെ ആ കുതിരവണ്ടി ഓട്ടിക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പൊ ഇയാൾ ചിന്തിക്കണം, എന്താ ആത്മഹത്യ ചെയ്യാൻ പോയ കൂപ്പർ എന്താ ചിന്തിക്കണം അറിയോ? എന്റെ അടുക്കൽ സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുതിരവണ്ടിക്കാരനായ മനുഷ്യൻ എത്ര ഉന്മേഷത്തോടു കൂടിയാണ് ജീവിതത്തെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ചിന്തിക്കുകയാണ്. ഈ ചിന്ത ഈ മനുഷ്യനെ തന്നെക്കാൾ വലിയ വേദനകൾ അനുഭവിക്കുന്നവർ ലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് ആ മനുഷ്യനെ ആത്മഹത്യയിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ പഠിക്കണം, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോഴാണ് ചില തിരിച്ചറിവുകളൊക്കെ അവർക്ക് ഉണ്ടാവുക. കാണാൻ ഇമ്പമുള്ളത് മാത്രമല്ല ചുറ്റുഭാഗത്തുമുള്ളത്, കാണാൻ രസമില്ലാത്ത, കാണാൻ ഇമ്പമില്ലാത്ത പലതും കാഴ്ചകളും നമ്മുടെ ചുറ്റിലുമുണ്ട്. അതൊക്കെ കണ്ടും പഠിച്ചും നമ്മുടെ മക്കൾ വളരണം, പ്രിയമുള്ളവരെ. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണ്? ഇതൊന്നും നേരിടാനുള്ള കരുത്ത് കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മുടെ മക്കൾ അതൊന്നും ശീലിപ്പിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, മനക്കരുത്തില്ലാതിരിക്കാനുള്ള നമ്മുടെ മക്കൾ പല പ്രതിസന്ധികളിലും പതറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ പലപ്പോഴും ജീവിതത്തിൽ തോൽവി ശീലിച്ചിട്ടില്ല എന്നുള്ളതാണ്. തോൽവി ശീലിച്ചിട്ടില്ല. ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയോ? പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പരീക്ഷയ്ക്ക് 2 മാർക്ക് കമ്മിയാകുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുക, വീട്ടിൽ നിന്ന് ഒളിച്ചോടുക. എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? തോൽവിയെ, പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്ന പുസ്തകത്തിലെ അതിന്റെ ആദ്യത്തെ ആമുഖമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്, തുടക്കമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആ കുട്ടിക്കാലത്തിൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന കരുത്തുണ്ടല്ലോ, ആ കരുത്താണ് ജീവിത അവസാനം വരെ തുണയായിട്ട് അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ പതറാതെ നിൽക്കാൻ വേണ്ടുന്ന മനക്കരുത്താണ്. അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിദ്യാലയമുണ്ട്. അത് ഏതാണെന്നറിയാം? അത് 4 ചുമരുകൾക്കുള്ളിലുള്ള വിദ്യാലയമല്ല, പിന്നെ അത് കളിക്കളങ്ങളാണ്, പ്ലേ ഗ്രൗണ്ട്, കളിക്കളങ്ങളാണ്. ഞാൻ പറയുന്നത് മൊബൈലിൽ കുത്തിത്തോണ്ടുന്ന കളിയെക്കുറിച്ചല്ല പറയുന്നത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള കളികളെ കുറിച്ചാണ്. മൊബൈൽ ഗെയിമുകളിൽ തോറ്റാൽ ഒരുപക്ഷെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആക്കി അടുത്തത് കളിക്കാൻ പറ്റും. എന്നാൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന കളി അങ്ങനെയല്ല. അവിടെ തോൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, അത് നേരിട്ട് അനുഭവിച്ചേ തീരൂ ആ കുട്ടി, അല്ലേ? ചില യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെ ഗ്രൗണ്ടിൽ തോൽക്കുമ്പോ അതിൽ നിന്ന് കരകയറാനും അടുത്ത കളിയിൽ മികച്ച രീതിയിൽ തിരിച്ചു വരാനും കുട്ടികൾ പഠിക്കുന്നത് അത്തരം കളിക്കളങ്ങളിൽ നിന്നാണ്. പുറത്തിറങ്ങി കളിക്കുമ്പോ വീഴ്ചകൾ ഉണ്ടാകും, മുറിവുകൾ ഉണ്ടാകും. ആ വേദന വീണ്ടും കടിച്ചമർത്തി ഓടാൻ തുടങ്ങുമ്പോ ജീവിതത്തിലെ പ്രതിസന്ധികളെയും ഇതുപോലെ നേരിടണം എന്നുള്ളൊരു പാഠം അവൻ അറിയാതെ പഠിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ കളിക്കാൻ വിടണം. എങ്ങനത്തെ കളി? മൊബൈലിൽ നിന്ന് കളിക്കലല്ല, പുറം ലോകത്തേക്ക് കുട്ടികളെ കളിക്കാൻ, നല്ല കൂട്ടുകാരുമൊത്ത് കളിക്കാനൊക്കെ നമ്മൾ പറഞ്ഞയക്കണം. അങ്ങനെ വരുമ്പോ അവിടെ കുട്ടികൾക്ക് ഏത് തോൽവിയെയും നേരിടാനും പിടിച്ചു നിൽക്കാനും ഒക്കെയുള്ളൊരു വല്ലാത്ത മാനസികാവസ്ഥ നേരിടുമെന്നാ പറയുന്നത്. മഹാബി ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പറയുന്നുണ്ട്. മൊബൈൽ സ്ക്രീനിന്റെ മുമ്പിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, അവൻ ലോകത്തെ കാണുന്നത് ഒറ്റക്കാണ്. എന്നാൽ ഒരു മൈതാനത്തിറങ്ങുന്ന കുട്ടി അവൻ സമൂഹത്തെയും ജീവിതത്തെയും നേരിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മക്കൾ തോൽക്കാനും വീഴാനും പഠിക്കട്ടെ, എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വലിയ കാറ്റുകളിൽ പതരാതെ നിൽക്കാൻ കഴിയൂ എന്നാണ്. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. പിന്നപ്പോ മൊത്തത്തിൽ മൊബൈലിലും സ്ക്രീനിലുമുള്ള കുട്ടികൾ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില വർത്താനങ്ങളുണ്ടല്ലോ. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, അയാൾ തന്റെ മക്കൾക്ക് 14 വയസ്സ് വരെ മൊബൈൽ ഫോൺ തൊടാൻ കൊടുത്തിട്ടില്ല എന്നാണ്. ആപ്പിളിന്റെ മുൻ CEO സ്റ്റീവ് ജോബ്സ്, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 2010
ഐപാഡ് പുറത്തിറങ്ങിയ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് ഐപാഡ് ഇഷ്ടപ്പെട്ടോ, അവർ അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? അവർ അത് ഉപയോഗിച്ചിട്ടില്ല. വീട്ടിൽ മക്കൾ എത്രത്തോളം അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നതിന് ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. എന്താ കാരണം എന്നറിയോ? അവർ മനസ്സിലാക്കി യഥാർത്ഥ ലോകത്തെ പ്രതിസന്ധികൾ നേരിടാൻ ഡിജിറ്റൽ ലോകത്തെ സന്തോഷങ്ങൾ തടസ്സമാകുമെന്ന്. അതുകൊണ്ട് നമ്മുടെ മക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ? നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നല്ല കുട്ടികൾക്കൊപ്പം കൂട്ടുകൂടി കളിക്കട്ടെ. അങ്ങനെ തോൽവിയും വിജയവും അവർ അനുഭവിക്കട്ടെ. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ അവർ നേടിയെടുക്കട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ശേഷി അവർ നേടിയെടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അവധിക്കാലത്തെ നമ്മുടെ മക്കളെ നമ്മുടെ ഒപ്പം കിട്ടുന്ന ഈ അവധിക്കാലത്തെ വളരെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണമെന്നാണ്. 10 ദിവസത്തോളമായി നമ്മുടെ മക്കൾ അവർ അവധി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ട് നമ്മുടെ വീടുകളിൽ അവരുണ്ട്. ഇനി ഒരു 19 ദിവസത്തോളം അവർക്ക് അവധി തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ അവധിക്കാലത്തെ മുമ്പിൽ വെച്ച് എന്ത് പ്ലാൻ ആണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ ആലോചിക്കണം. കേട്ടിട്ടുണ്ടോ? ഈ 2 മാസം എന്റെ മക്കൾക്ക് ഞാൻ ഇങ്ങനെ ചില ടൈം ടേബിളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര പേര് അതിൽ ബോധവാന്മാരാണെന്ന് കൂടി നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നതിന് വർത്താനം എന്തറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും എന്നാ. നിങ്ങൾ ചില ഇണകൾ, ചില മക്കൾ അവർ ശത്രുക്കളാണ്, അവരെ സൂക്ഷിക്കണമെന്ന. അഥവാ നിങ്ങളുടെ നാളത്തെ പരലോകത്തെ നിങ്ങളുടെ മക്കൾ പരാജയപ്പെടുത്തും എന്നാ പറയുന്നത്. എന്താ കാരണം? ആ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കൾ നാളെ പരലോകത്ത് നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുന്ന. ചില മഹാന്മാര് പറഞ്ഞതറിയോ? നിന്റെ ശത്രുക്കളിൽ നിനക്ക് ഏറെ വലിയ ശത്രു നിന്റെ മുതുകിൽ നിന്ന് പുറപ്പെട്ട നിന്റെ സന്താനമാണ് എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായ നിന്റെ മക്കളാണ്. എന്താ മക്കൾ പറയറിയോ? എനിക്ക് മുമ്പേ എന്റെ പിതാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ ഞാൻ നരകത്തിൽ പ്രവേശിക്കില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ചില മക്കളെ കുറിച്ചൊക്കെ മറ്റൊരു ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്, നല്ല മക്കളെ കുറിച്ച്. അതേസമയം ശത്രുവായ മകനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താ? എന്റെ വാപ്പയെ, എന്റെ പിതാവിനെ നരകത്തിൽ പ്രവേശിപ്പിക്കാതെ ഞാൻ നരകത്തിൽ പോകൂല എന്ന് റബ്ബിനോട് പറയുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ആ അർത്ഥത്തിലേക്കൊന്നും പ്രിയമുള്ളവരെ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇതൊക്കെ ഈ ഒരു അവധിക്കാലത്ത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കണം, പ്രാർത്ഥനകൾ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ആ അർത്ഥത്തിൽ എല്ലാ വിധത്തിലും നാളെ പരലോകത്തും ഇവിടെ ദുനിയാവിലും നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് വേണ്ടി കൈമുട്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് താങ്ങും തണലുമാകുന്ന, നമ്മളെ കൂട്ടി സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളായി നമ്മുടെ മക്കള് മാറണം. ഒരു രക്ഷിതാവിന് വേണ്ടി റസൂലിന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ? റഹിമല്ലാഹു വാലിദൻ ആന വലദഹു അലാ ബിരിഹി. നന്മയിൽ മക്കളെ സഹായിച്ച രക്ഷിതാവിനെ അള്ളാഹ് കാരുണ്യം ചൊരിയട്ടെ എന്നാ. നന്മ ചെയ്യാൻ വേണ്ടി മക്കളെ സഹായിക്കുന്ന രക്ഷിതാവിന് അള്ളാഹ് കാരുണ്യം ചൊരിയട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഈ അവധിക്കാലത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു അവധിക്കാലം എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ മറ്റന്നാൾ ഒരു പക്ഷേ ആ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ നാളെയുടെ പ്രതീക്ഷകളാണ്. ഈ അവധിക്കാലം അവർക്ക് അറിവും തിരിച്ചറിവും നൽകുന്ന കാലമാക്കി മാറ്റാൻ റബ്ബ് തൗഫീക്ക് നൽകി നമ്മെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാവട്ടെ.